നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 8 തുടങ്ങുന്നു. സ്വാഗതം. പദയാത്രകളാൽ രൂപപ്പെട്ട രാഷ്ട്രീയ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ പലരാൽ നയിക്കപ്പെട്ട നിരവധി യാത്രകൾ. ആ യാത്രകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര. കനത്ത മഞ്ഞുവീഴ്ചയിലും തികഞ്ഞ ആവേശത്തോടെയായിരുന്നു കശ്മീരിൽ യാത്രയുടെ സമാപന സമ്മേളനം. സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വികാരാധീനനായി. നിർഭയനാകാൻ തന്നെ കുടുംബവും ഗാന്ധിജിയും പഠിപ്പിച്ചെന്ന് രാഹുൽ പറഞ്ഞു. और यहाँ पे जिस चीज को आप कश्मीरियत कहते हो उसको मैं अपना घर अब ये कश्मीरियत है क्या? ये जो शिव जी की सोच है एक तरफ, और थोड़ी सी गहराई में जाएंगे तो उसको शून्यता कहा जा सकता है. अपने आप पर, अपने अहंकार पर, अपने विचारों पर आक्रमण करना, और दूसरी तरफ इस्लाम में जिसको शून्यता यहां कहा जाता है वहां फना कहा जाता है. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുന്ന കാലത്താണ് കോൺഗ്രസിന് പുതുജീവൻ നൽകിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ യാത്ര. പ്രതിപക്ഷ ശക്തി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രാഹുൽ നടന്നു പടർന്ന വഴികൾ ഈ കാലത്തെ ഉജ്ജ്വല രാഷ്ട്രീയ മുഹൂർത്തങ്ങളായി. രാജ്യം വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ രാഹുലിന്റെ ജോഡോ യാത്ര നൽകിയ ഊർജം കോൺഗ്രസിൽ എത്ര നാൾ ആവേശം നിറയ്ക്കുമെന്നാണ് രാഷ്ട്രീയ ലോകം കാത്തിരിക്കുന്നത്. അസ്തമനത്തിന്റെ സകല ലക്ഷണങ്ങളും കാണിക്കുന്നെന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു സെപ്റ്റംബർ 7 പ്രഭാതം കന്യാകുമാരിയിലെ സൂര്യോദയം. വെറുപ്പ് തോൽക്കും, സ്നേഹം എപ്പോഴും ജയിക്കും, പുതിയ പ്രഭാതമുണ്ടാകും. തെക്കേ അറ്റത്തു നിന്ന് തുടങ്ങിയ ഭാരത് ജോഡോ യാത്രയിലുടനീളം ഉയർത്തിയ വാചകങ്ങൾ കുറിക്കുകൊള്ളുന്ന സന്ദേശമായി. BJPയുടെ പരിഹാസങ്ങളും വിമർശനങ്ങളും തുടരുമ്പോഴും നടന്നുപോയ വഴികളിലൊക്കെ സ്നേഹത്തിന്റെ പൂക്കളുടെ നിറങ്ങൾ. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാട്ടിൽ അവരിലൊരാളായാണ് രാഹുൽ അവിടങ്ങളിലേക്ക് കടന്നെത്തിയത്. ഇക്കാലത്ത് കോൺഗ്രസിലെ പലവിധ പിരിമുറുക്കങ്ങൾ, പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പും തോൽവിയും, 12 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 4080 കിലോമീറ്റർ ദൂരം, 135 ദിവസത്തെ യാത്ര രാഹുലിന് പരീക്ഷണങ്ങളുടെ കാലം. യാത്രയിലുടനീളം രാഹുൽ ഉയർത്തിയത് പാർലമെന്ററി മോഹങ്ങളുടെ പതിവ് കെട്ടുകാഴ്ചകളായിരുന്നില്ല. വിഭജനത്തിന്റെയും തീവ്രവാദ ചിന്തകളുടെയും വക്താക്കളെ തള്ളിപ്പറഞ്ഞു. ഒരൊറ്റ ഇന്ത്യ എന്ന സന്ദേശം. കശ്മീരിലെ ലാൽ ചൌക്കിൽ ത്രിവർണ പതാക ഉയർത്തി രാഹുൽ അടിവരയിട്ടു. ഇനി ഉയരുക ഈ ഊർജം എത്ര നാളെന്ന ചോദ്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആവേശം നിറച്ച ഉജ്ജ്വലമായ രാഷ്ട്രീയ ഏടിന്റെ പ്രതിഫലനം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭാരത് ജോഡോ യാത്രയിലൂടെ തിരിച്ചുവരവിന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ലഹരിക്കടത്തും വിഭാഗീയ ആരോപണങ്ങളും ചൂടുപിടിക്കുകയാണ് സംസ്ഥാനത്തെ CPM-ന്. ആരോപണങ്ങൾ ഉയർന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും 4-5 തീയതികളിൽ ചേരും.
ലഹരിക്കടത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെട്ട സഹകരണ ബാങ്ക് തട്ടിപ്പ് സമ്മേളന കാലയളവിൽ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുണ്ടായ വിഭാഗീയത എന്നിവ പരിശോധിക്കുന്നതിനായി വിവിധ ഘട്ടങ്ങളായി നിയോഗിച്ച കമ്മീഷനുകളാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. തകഴി, ഹരിപ്പാട്, ആലപ്പുഴ നോർത്ത്, സൗത്ത് ഏരിയ കമ്മിറ്റികൾ എന്നിവയുടെ രൂപീകരണത്തിൽ പണം വാഗ്ദാനം നൽകി കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ നോക്കിയെന്നടക്കമുള്ള ഗുരുതര ആരോപണം ഉയർന്നിരുന്നു. ചില ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സംസ്ഥാന നേതൃത്വത്തിനടക്കം പരാതിയായി ലഭിച്ചു. ആലപ്പുഴയിലെ വിഭാഗീയ നീക്കങ്ങൾ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലടക്കം പരാമർശിക്കപ്പെട്ടു. തുടർന്നാണ് TP രാമകൃഷ്ണൻ, PK ബിജു എന്നിവർ അംഗങ്ങളായ കമ്മീഷനെ സംസ്ഥാന നേതൃത്വം നിയോഗിച്ചത്. ഹരിപ്പാട് CPM ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് തട്ടിപ്പിനെ സംബന്ധിച്ച റിപ്പോർട്ടും നൽകും. മറ്റൊന്ന് CPM-ന് ഏറെ തലവേദന സൃഷ്ടിച്ച ലഹരിക്കടത്ത് കേസിലെ 3-അംഗ കമ്മീഷൻ റിപ്പോർട്ടാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ 2 ചേരി രൂപപ്പെട്ടെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ആരോപണത്തിൽ ആദ്യഘട്ടം മുതൽ കർശന നിലപാടാണ് ജില്ലാ സെക്രട്ടറി R. നാസർ സ്വീകരിച്ചത്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ വിഭാഗീയ ആരോപണം ഉന്നയിച്ചാണ് സജി ചെറിയാൻ വിഭാഗം ഷാനവാസിനായി പ്രതിരോധം തീർക്കുന്നത്. എന്നാൽ PP ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ളവർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ മുതിർന്ന നേതാവ് G. സുധാകരന്റെ സർക്കാരിനും ലഹരി മാഫിയയ്ക്കുമെതിരായ പരസ്യ വിമർശനവുമൊക്കെ എരുതിയിൽ എണ്ണ പകരുകയാണ്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനങ്ങളും പ്രതിരോധങ്ങളുമൊക്കെ ഉയർന്നുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 10-ന് ശേഷം MV ഗോവിന്ദൻ തന്നെ പങ്കെടുത്ത് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. ന്യൂസ് 18 ആലപ്പുഴ. തീർന്നില്ല. ഭരണമുന്നണിയിലെ ഘടകകക്ഷിയായ CPI-ക്കുമുണ്ട് പരാതി. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ CPI നേതാവ് E. ചന്ദ്രശേഖരനെ RSSുകാർ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർ കൂറുമാറിയതിലാണ് അമർഷം. 2016-ലെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് ഇടെയായിരുന്നു E. ചന്ദ്രശേഖരനെതിരെയുള്ള ആക്രമണം. പോലീസ് കേസെടുക്കുകയും 12 BJP RSS പ്രവർത്തകരെ പ്രതി ചേർത്ത് കുറ്റപത്രവും സമർപ്പിച്ചു. ആ കേസിലാണ് CPI-യെ ഞെട്ടിച്ച് ചന്ദ്രശേഖരനൊപ്പം ജീപ്പിലുണ്ടായിരുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കൂറുമാറിയത്. പ്രതികളെ കോടതി വെറുതെ വിട്ടു. ചന്ദ്രശേഖരന് വേണ്ടി സത്യസന്ധമായി മൊഴി കൊടുക്കുന്നതിന് പകരം RSS BJP പ്രവർത്തകരെ എങ്ങനെയും രക്ഷിക്കണമെന്ന CPM പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളുടെ നിലപാട് തികച്ചും അപലപനീയമാണെന്ന് CPI നേതൃത്വം പറഞ്ഞു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഈ സാഹചര്യത്തിൽ കൂറുമാറിയ CPM പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായേക്കും. വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ CPM-നെതിരായ പ്രകാശ് ബാബുവിന്റെ പരാമർശത്തെ കാനം രാജേന്ദ്രൻ പിന്തുണച്ചില്ല. വിമർശിച്ചത് എന്തിനാണെന്ന് പ്രകാശ് ബാബുവിനോട് ചോദിക്കണം. താൻ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. വിഷയം പാർട്ടിയും മുന്നണിയും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും LDF-ഉം ഈ വിഷയം പരിശോധിക്കും, അത് പരിഹരിക്കും. പരിശോധിക്കാതെയാണോ പ്രകാശ് ബാബു പറഞ്ഞിട്ടുണ്ടോ? അത് അദ്ദേഹത്തോട് ചോദിക്കും. പാർട്ടിയുടെ അഭിപ്രായമായിട്ടാണല്ലോ വരുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞ മലയാളല്ലേ പറഞ്ഞു. CPI-യുടെ പരാതി ഇതാണെങ്കിൽ BJP-യുടെ പ്രതിഷേധം പാലക്കാടാണ്. CPM പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് വ്യാജരേഖയിലൂടെ തട്ടിയെടുത്ത മിച്ച ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് BJP-യുടെ ഭൂമി പിടിച്ചെടുക്കൽ സമരം നടന്നു. എലപ്പുള്ളിയിലാണ് 1.5 ഏക്കറോളം മിച്ച ഭൂമി വ്യാജരേഖ ചമച്ച് CPM നേതാവ് തട്ടിയെടുത്തതായി ആരോപണമുയർന്നത്. 2011 മാർച്ച് 28-ന് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി CP ദേവദാസിൽ നിന്ന് വാങ്ങിയ ഭൂമിയിൽ മിച്ചഭൂമി ഉൾപ്പെട്ടതായി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജരേഖ ചമച്ചാണ് മിച്ചഭൂമി തട്ടിയെടുത്തതെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് BJP-യുടെ സമരം നടന്നത്. ഇവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 2 ഏക്കറോളം ഭൂമി ഇവിടെ തട്ടിയെടുത്തിരിക്കുകയാണ്, വ്യാജരേഖ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഇവിടുത്തെ ഏരിയ സെക്രട്ടറിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷവും ഭീകര സംഘടനകളുടെ വേരറുക്കാൻ ഉറപ്പിച്ചുള്ള നീക്കത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം കേരളത്തിലെത്തി നിരീക്ഷണത്തിലുള്ള ചിലരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തുവെന്നാണ് സൂചന.
വടക്കൻ ജില്ലകളിൽ നിന്ന് ISIS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയവരുമായി മലയാളി മാധ്യമപ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. സിറിയയിലേക്ക് കടന്ന മലയാളി ഭീകരവാദികളുമായി മാധ്യമപ്രവർത്തകർ അടുത്ത സമ്പർക്കം പുലർത്തിയതിന്റെ തെളിവുകൾ മാസങ്ങൾക്ക് മുമ്പ് NIA സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈദരാബാദിൽ നിന്നുള്ള 2 NIA ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയത്. നിരീക്ഷണത്തിലായിരുന്ന ഏതാനും മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്തതായാണ് സൂചന. ഇവരുടെ പക്കൽ നിന്ന് ഭീകര സംഘടനകളുമായി ബന്ധം വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി. നിരീക്ഷണത്തിലുള്ളവരെ വിശദമായ ചോദ്യം ചെയ്യലായി കൊച്ചിയിലെ NIA ആസ്ഥാനത്തേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയേക്കും. കണ്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടുത്തി ചോദ്യാവലി തയ്യാറാക്കിയ ശേഷമാകും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ. തുടർന്നാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയെന്നാണ് NIA കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ദേശീയ ഏജൻസികൾ ഈ നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ജഡ്ജിക്കെന്ന പേരിൽ കോഴ നൽകാൻ കക്ഷിയിൽ നിന്ന് അഭിഭാഷകൻ പണം വാങ്ങിയ വാർത്ത നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് നാണക്കേടായത്. ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയർന്നിരിക്കുകയാണ്. റാന്നിയിൽ ജാതിപ്പേര് വിളിച്ചാക്ഷേപിച്ച കേസിലെ പരാതിക്കാരനായ VR മോഹനനും T ബാബുവുമാണ് പരാതിയുമായി ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനെ സമീപിച്ചത്. ഹൈക്കോടതി രജിസ്ട്രിയിൽ നിയമലംഘനം നടന്നുവെന്നാരോപിച്ചാണ് പരാതി. പ്രോസിക്യൂട്ടർമാർ ഒത്തുകളിച്ചുവെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. ഞങ്ങളെ ആരും അറിയിച്ചില്ല. ഞങ്ങൾ ഇരകളായ ഞങ്ങൾ കൊടുത്തൊരു കേസിന് ഞങ്ങളെ അറിയിക്കാതെ മുൻകൂർ ജാമ്യം ഇവർക്ക് കൊടുത്തതിന് പിന്നിൽ ഞങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ ഞങ്ങളെ ഈ വിവരം അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഞങ്ങളെ ഇത് മൂടി വെച്ച് പ്രതിഭാഗം ചേർന്ന് അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതും പ്രകാരം ഞങ്ങളിവിടെ കൊണ്ട് വിജിലൻസിന് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിന്മേൽ ഒരു അന്വേഷണം നടത്തി ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ സത്യസന്ധത എന്നാന്ന് ഞങ്ങൾക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഈ പ്രതിയുടെ വക്കീലും പ്രതികളും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും കൂടെ ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു ഇത് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കിട്ടേണ്ട ഒരു വകുപ്പും വരുന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും തന്നെ ഉള്ളു വീട്ടിൽ മടുത്തു, ജീവിക്കാൻ മടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് വന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല ഞങ്ങൾക്ക്. അതുപോലെ എനിക്കിപ്പോൾ 60 വയസ്സായി. ഇനിയിപ്പം അതെങ്കാലം വെള്ളം ചുമ്മാനോ വെള്ളം കൊണ്ടുവരാനോ ഇപ്പം വില കൊടുത്ത് മേടിക്കുക. ഞാൻ അധികം ഇപ്പം കൂലിപ്പണിക്കൊന്നും പോകുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളോടാണ് ഇവർ ഈ ക്രൂരത മുഴുവൻ കാണിക്കുന്നത്. ഈ കോടതിയിലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്ന ഒരു സ്ഥലം കോടതിയായിരുന്നു. കോടതിയിലെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ ഇവർ ഈ ജാമ്യം എടുത്തിരിക്കുന്നത്. അതിനെ കൂട്ടുന്ന ആരൊക്കെയാണെങ്കിലും അവരെ ബഹുമാനപ്പെട്ട കോടതി അവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ളൂ എനിക്കൊരു ആഗ്രഹമുള്ളൂ. വേറെ എനിക്കൊന്നും പറയാനില്ല. അതേസമയം ബാർ കൗൺസിൽ സൈബിക്ക് നോട്ടീസ് അയച്ചു. നിയമമന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നടപടി. സബിയിൽ നിന്ന് വിശദീകരണം തേടാനും തീരുമാനമായി. കേസിൽ DGP AGയുടെ നിയമോപദേശം തേടി. കൊച്ചി കമ്മീഷണറുടെ റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറി. തുടർ നടപടിയിൽ നിയമോപദേശം തേടിയാണ് DGPയുടെ നടപടി. കോടതികളിലും പുഴുക്കുത്ത് എന്ന ആരോപണം ആശങ്ക ഉയർത്തുന്നതാണെങ്കിലും ചില കോടതി വിധികൾ സമൂഹത്തിന് മുന്നറിയിപ്പാണ്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത മകളെ പലതവണ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ പിതാവിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയാണ് പ്രതിക്ക് കനത്ത ശിക്ഷ വിധിച്ചത്. സ്പെഷ്യൽ ജഡ്ജി K രാജേഷാണ് ശിക്ഷ വിധിച്ചത്. 16 വർഷം കഠിന തടവും വിധിച്ച കോടതി 6,60,000 രൂപ പിഴയും വിധിച്ചു. മദ്രസ അധ്യാപകനായിരുന്ന പ്രതി 2021 ജനുവരി മുതലാണ് 14-കാരിയായ മകളെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. ബെഡ്റൂമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എതിർത്തപ്പോൾ മുഖത്തടിച്ചു. പിന്നീട് പലതവണ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ പ്രതി ഇത് ആവർത്തിച്ചു. പുറത്തറിയിച്ചാൽ ഉമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. കുട്ടിക്ക് ഛർദ്ദിയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉമ്മ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ മൊഴിയെടുത്ത് വഴിക്കടവ് പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതിയെ പിടികൂടിയ പോലീസ് പോക്സോ വകുപ്പുകളടക്കം ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയത്. കോടതി ഉത്തരവ് പ്രകാരം ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ 5 മാസം പ്രായമായ ഗർഭം അലസിപ്പിച്ചു. പീഡിതയുടെയും ഭ്രൂണത്തിന്റെയും പ്രതിയുടെയും DNA പരിശോധന നടത്തിയതോടെ പിതൃത്വം പ്രതിയുടേതാണെന്ന് സാമ്പിളിൽ തെളിഞ്ഞു. അറസ്റ്റ് ചെയ്ത നാൾ മുതൽ റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയെ കസ്റ്റഡിയിൽ തന്നെയാണ് വിചാരണ ചെയ്തത്. പോലീസിന്റെ അപേക്ഷ പ്രകാരം കസ്റ്റോഡിയൽ ട്രയലായി നടത്തിയ വിചാരണയിൽ ഇരയായ കുട്ടിയും ബന്ധുക്കളും പ്രതിക്കെതിരെ മൊഴി നൽകി. 1 വർഷം കൊണ്ട്
സ്പീഡി ട്രയൽ നടത്തിക്കൊണ്ട് പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വഴിക്കടവ് പോലീസ് നൽകിയിട്ടുള്ള സ്പീഡി ട്രയലിന്റെ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിചാരണ പൂർത്തിയാക്കിയിട്ടുള്ളത്. 25ഓളം സാക്ഷികളെയും 40ഓളം രേഖകളും കോടതി മുമ്പാകെ ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ കേസ് തെളിയിച്ചിട്ടുള്ളത്. പ്രതിക്ക് 3 ജീവപര്യന്തം, അതിനു പുറമെ 16 വർഷം കഠിന തടവും വിവിധ വകുപ്പുകളിലായിട്ട് കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതി ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പിഴയടയ്ക്കുന്ന സംഖ്യ കുട്ടിക്ക് നഷ്ടപരിഹാരമായി നൽകണം. ഇപ്പോൾ മഞ്ചേരി സബ് ജയിലുള്ള പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് നിന്ന് ഇടുക്കിയിലെത്തുമ്പോഴും ലജ്ജിക്കേണ്ട അവസ്ഥയാണ്. ഇടുക്കിയിൽ വീണ്ടും ബാലവിവാഹം. ഇടമലക്കുടി ഗോത്രവർഗ പഞ്ചായത്തിൽ 15 വയസ്സുകാരിയെ 47കാരന് വിവാഹം കഴിച്ചു നൽകി. 1 മാസം മുൻപായിരുന്നു വിവാഹം. പെൺകുട്ടിയുടെ അമ്മയും ഇവരുടെ 3ാമത്തെ ഭർത്താവും ചേർന്നാണ് വിവാഹം നടത്തിയതെന്നാണ് വിവരം. 1 മാസമായി പെൺകുട്ടി 47കാരനൊപ്പമാണ് താമസം. കഴിഞ്ഞ വർഷം വരെ പെൺകുട്ടി സ്കൂളിൽ പഠനം നടത്തിയിരുന്നു. പിന്നീട് സ്കൂൾ പഠനം അവസാനിപ്പിക്കുകയും വിവാഹം കഴിപ്പിച്ചയക്കുകയുമായിരുന്നു. അതേസമയം വിവാഹം മരവിപ്പിക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോടതിയെ സമീപിച്ചു. തൃശൂർ വടക്കഞ്ചേരി കുണ്ടന്നൂരിൽ വെടിക്കെട്ട് പുരയിൽ വൻ സ്ഫോടനം. അപകടത്തിൽ പാലക്കാട് കാവശ്ശേരി സ്വദേശി മണികണ്ഠന് ഗുരുതരമായി പരിക്കേറ്റു. മണികണ്ഠനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5:15 സംഭവം. അപകടത്തിൽ വെടിക്കെട്ട് പുര പൂർണ്ണമായി കത്തിനശിച്ചു. ജോലി സമയം കഴിഞ്ഞതിനാൽ മണി ഒഴികെയുള്ള തൊഴിലാളികൾ പുറത്തിറങ്ങിയിരുന്നു. പാടത്തിന് നടുവിലാണ് വെടിക്കെട്ട് പുര എന്നതിനാലും മറ്റു തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാലും വൻ ദുരന്തം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി ഏറെ നേരം പണിപ്പെട്ടാണ് വെടിക്കെട്ട് പുരയിൽ എത്തിയണച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. യുവജനതയ്ക്കായി എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല, ആദ്യ ശമ്പള കുടിശ്ശിക നൽകാൻ ആവശ്യപ്പെട്ടതായിരുന്നു വാർത്ത. ഇപ്പോൾ ചിന്താ ജെറോമിൻ്റെ ഗവേഷണ ബിരുദമാണ് വാർത്ത. ബിരുദം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും കേരള വൈസ് ചാൻസലർക്കും നിവേദനം നൽകിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. ഡോക്ടർ പി അജയകുമാറിൻ്റെ ഗൈഡ്ഷിപ്പ് സസ്പെൻഡ് ചെയ്യണമെന്നും HRDC ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിന്താ ജെറോമിന്റെ ഡോക്ടറേറ്റ് വിവാദത്തിൽ പ്രതിഷേധവുമായി KSUവും രംഗത്തെത്തി. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന കമ്മീഷൻ ഓഫീസിലേക്ക് വാഴക്കുലകളുമേന്തിയായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. എന്നാൽ ചിന്താ ജെറോമിന് പിന്തുണയുമായി ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഥാപിത ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചിന്തയെ വേട്ടയാടുകയാണ്. യുവജന കമ്മീഷന്റെ അഭിനന്ദനീയമായ പ്രവർത്തനങ്ങൾ കണ്ട് അസഹിഷ്ണുതയുള്ള ആളുകൾ ചിന്താ ജെറോമിനെ വ്യക്തിഹത്യ നടത്തുകയാണ്. ചിന്തയെ തളർത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ചിന്തയുടെ ചിന്തകളല്ല KV തോമസിന്. തോമസ് മാഷിന് പ്രധാനം സേവനമാണ്. ശമ്പളം വേണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് വ്യക്തമാക്കി. ഇക്കാര്യം KV തോമസ് സർക്കാരിനെ അറിയിച്ചു. ഓണറേറിയം അനുവദിച്ചാൽ മതിയെന്ന് അഭ്യർത്ഥന നടത്തി. വിമാനയാത്ര കുറഞ്ഞ ക്ലാസ്സിൽ മതിയെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഉപതെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രഖ്യാപനം മരവിപ്പിച്ചത്. മുഹമ്മദ് ഫൈസലിന് അനുകൂലമായ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 27-നാണ് തെരഞ്ഞെടുപ്പ് നടത്താനിരുന്നത്. വധശ്രമ കേസിൽ ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഫൈസലിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 75 ആണ്ട്. നൂറ്റാണ്ടുകൾ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് രാഷ്ട്രീയ ഭൂപടം നിർമ്മിച്ചു നൽകിയ രാഷ്ട്രപിതാവിന്റെ ജ്വലിക്കുന്ന സ്മരണയിലായിരുന്നു ഇന്ത്യ. നൽകിയാൽ അഹിംസ ആയുധമാക്കി സാമ്രാജ്യത്വ ഭീകരതയോട് പടപൊരുതി ജയിച്ചയാൾ. ചോര പൊടിയാത്ത സ്വാതന്ത്ര്യത്തിന്റെ പോർബന്തറിൽ ജനിച്ചു. ദക്ഷിണാഫ്രിക്കയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പാഠശാല. കറുത്തവന്റെ അതിജീവന പോരാട്ടം ഗാന്ധിയെ നിർമ്മിച്ചു. സത്യഗ്രഹത്തെ അദ്ദേഹം പോരാട്ടത്തിന്റെ ഉപകരണമാക്കി. 1917 ചമ്പാരൻ സമരത്തിലാണ് ഇന്ത്യയിലെ സമരത്തുടക്കം. 18 ആദ്യ നിരാഹാര സമരം. 1930 ദണ്ഡി യാത്ര ഗാന്ധിയൻ സമരത്തെ ഇതിഹാസമാക്കി. ദണ്ഡിയിലെ നിയമലംഘനത്തിന്റെ ഉപ്പ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കൈപ്പായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ
സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് നമ്മോട് പറഞ്ഞു. പലവട്ടം തടവറയിൽ കിടന്നു. 47-ലെ ആ സ്വാതന്ത്ര്യ രാത്രിയിൽ ആഘോഷങ്ങളില്ലാതെ വിഭജനത്തിന്റെ സങ്കടങ്ങളിൽ മുറിവേറ്റിരുന്നു. 1948-ൽ ഹിന്ദുത്വ തീവ്രവാദിയാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ജീവിതത്തെ സത്യാന്വേഷണ പരീക്ഷയാക്കി ഗാന്ധി. അപരനോടുള്ള കാരുണ്യത്തെ ജീവിതത്തിന്റെ ഇന്ധനമാക്കിയ മഹാത്മാവ് വെടിയുണ്ടകളാൽ പൊലിഞ്ഞതിന്റെ മുറിവ് നമ്മിൽ ഇന്നും നീറ്റിലുണ്ടാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാന്ധി രക്തസാക്ഷിത്വത്തിന്റെ 75-ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് സർവ്വമത പ്രാർത്ഥന നടന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യം മഹാത്മാവിനെ ഓർക്കുമ്പോൾ നമുക്കൊപ്പം സ്വതന്ത്രമായ പാകിസ്ഥാനിൽ നിന്ന് ഇന്നും ഭീകരാക്രമണ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. പാക് നഗരമായ പെഷവാറിലെ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 32ആയി ഉയർന്നു. പരുക്കേറ്റ 147 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പെഷവാറിലെ മുസ്ലിം പള്ളിയിലാണ് വൻ സ്ഫോടനമുണ്ടായത്. പ്രാർത്ഥനകൾ തുടരുന്നതിനിടെയാണ് ചാവേർ സ്ഫോടനമുണ്ടായത്. പള്ളിക്കുള്ളിൽ മുൻനിരയിലാണ് അക്രമി ഉണ്ടായിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമം. ചിന്നക്കനാലിൽ 301 കോളനിയിലെ താൽക്കാലിക ഷെഡ് ആന തകർത്തു. ഷെഡിൽ കഴിഞ്ഞിരുന്ന യശോധരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അട്ടപ്പാടിയിൽ ഒറ്റയാനും ധോണിയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അട്ടപ്പാടി താഴെ അബ്ബന്നൂരിലാണ് ഒറ്റയാൻ കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ മേഖലയിൽ ഒറ്റയാൻ തമ്പടിച്ചിട്ടുണ്ട്. ധോണിയിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പെരുന്തുരുത്തിക്കളം സ്വദേശി വേലായുധന്റെ വീടിന് സമീപമാണ് 3 കാട്ടാനകൾ ഇറങ്ങിയത്. പാലക്കാടും ഇടുക്കിയിലും മൃഗങ്ങളുടെ ക്രൂരതയാണ് നമ്മൾ കണ്ടത്. എന്നാൽ മനുഷ്യൻ മൃഗതുല്യരായാലോ? എറണാകുളം കാക്കനാട് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുന്ന ഈ ദൃശ്യം കാണുക. കാക്കനാട് ഇടച്ചിറയിലാണ് സംഭവം. സ്വിഗ്ഗി വിതരണക്കാരാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഫ്ളാറ്റിലേക്ക് കടത്തിവിട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കേസിൽ 5 പേരെ ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. ടോപ്പ് 18 ആരംഭിച്ചത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ്. അവസാനിപ്പിക്കുന്നതും ആ കാഴ്ചയോടെയാകാം. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുലും പ്രിയങ്കയും മഞ്ഞിൽ കളിക്കുന്ന ദൃശ്യങ്ങൾ വൈറലാണ്. ആ കാഴ്ചയോടെ ടോപ്പ് 18 പൂർണ്ണമാകുന്നു.